Hello friends, in this video, we will gravitation എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? നമുക്ക് യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സും തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെ നമുക്ക് വിസിബിളി കാണാൻ പറ്റിയെന്ന് വരില്ല, ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് വളരെ കുറവായിരിക്കും. എന്നാൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഓരോ ഒബ്ജക്ട്സും തമ്മിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. All objects in the universe attract each other. This force of attraction between objects is called gravitational force. This force is always attractive, meaning it pulls objects together rather than pushing them apart. നമ്മുടെ എർത്തിന് ചുറ്റും സാറ്റലൈറ്റ്സ് റൊട്ടേറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഐസക് ന്യൂട്ടൻ മരത്തിനടിയിൽ ഇരുന്നപ്പോൾ ആപ്പിൾ തലയിൽ വീണത് എന്തുകൊണ്ട് ആപ്പിൾ മുകളിൽ നിന്ന് താഴേക്ക് തന്നെ ഗ്രൗണ്ടിലേക്ക് തന്നെ വീണു എന്നതിനെ കുറിച്ചൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് ന്യൂട്ടൺ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിച്ചത്. അപ്പൊ എല്ലാ ഒബ്ജക്ട്സും തമ്മിലുള്ള ഈ അട്രാക്റ്റീവ് ഫോഴ്സിനെയാണ് നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഇത് എപ്പോഴും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്, അതായത് അത് എപ്പോഴും രണ്ട് ഒബ്ജക്ട്സിനെ തമ്മിൽ പുള്ള് ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ പുഷ് ചെയ്ത് കളയവല്ല ചെയ്യുന്നത്. ഇനി എന്ത് ഫാക്ടേഴ്സിലാണ് ഈ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസസ് ഓഫ് ദ ഒബ്ജക്ട് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഈ അട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുന്ന രണ്ട് ഒബ്ജക്ട്സിന്റെ മാസുകളും അത് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ബേസിസിലാണ് ഈ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷൻ അതേപോലെ തന്നെ അതിൽ യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻസ് ഇതിന്റെയൊക്കെ വാല്യൂസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ് ഇക്വേഷൻ? അതിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ഈ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ, യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷന്റെ സ്റ്റാൻഡേർഡ് ഡെഫിനേഷൻ എന്താണെന്നുള്ളത് നോക്കാം. എവറി ഒബ്ജക്ട് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവറി അതർ ഒബ്ജക്ട് വിത്ത് എ ഫോഴ്സ് വിച്ച് ഇസ് പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദെയർ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. ഇതാണ് യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസസ് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന്. അപ്പോൾ ദിസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്രൊഡക്റ്റ് ഓഫ് ദ മാസസ് ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. This force acts along the line joining the centers of the two objects. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഈ രണ്ട് ഒബ്ജക്ട്സിന്റെ സെന്ററുകളെ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ആ ഡയറക്ഷനിലാണ്, ആ ഒരു ലൈനിലാണ് ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഇത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് F is equal to capital G into product of the masses and ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ്. അപ്പൊ ഇവിടെ രണ്ട് ഒബ്ജക്ട്സ് എയും ബിയും കാണാം. എയുടെ മാസ് ക്യാപിറ്റൽ എമ്മും ബിയുടെ മാസ് സ്മോൾ എമ്മും ആണ് അസ്യൂം ചെയ്യുക. ഈ എയും ബിയുടെ സെന്റേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഡിയും ആണ് എങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ബിറ്റ്വീൻ എ ആൻഡ് ബി ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ഡിവൈഡഡ് ബൈ ഡി സ്ക്വയർ. ഇവിടെ ക്യാപിറ്റൽ ജി എന്താണ്? Capital G is called the constant of അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു പ്രൊപ്പോർഷണാലിറ്റി സൈൻ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ഇൻസേർട്ട് ചെയ്യുന്ന ഒരു കോൺസ്റ്റന്റ് ആണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്. ഇതിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം, വാല്യൂ ഇമ്പോർട്ടന്റ് ആണ്. 6.673 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ. യൂണിറ്റും അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതായിരുന്നു നമ്മുടെ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പൊ നമ്മൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിന്റെ വാല്യൂ അറിഞ്ഞിരിക്കണം. ഫോഴ്സ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ടേംസ്, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൂടെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തേത് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അപ്പൊ നമ്മുടെ എർത്തിനും ഈ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എർത്തിൽ ഇപ്പൊ ഞാനൊരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞാലും അത് താഴേക്ക് വീഴുമ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം താഴോട്ട് വീഴും തോറും ഇതിന്റെ വെലോസിറ്റി കൂടും. ഇത് ആക്സിലറേറ്റ് ചെയ്തിട്ടാണ് വീഴുന്നത്. ഇങ്ങനെ ഈ ആക്സിലറേഷൻ ഇതിന്റെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിയിൽ ഉണ്ടാകാൻ കാരണം എർത്തിന്റെ അട്രാക്റ്റീവ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്സിലറേഷനെ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ് വിളിക്കുന്നത്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ നമുക്കറിയാം, 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇനി ഈ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണമുള്ള അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. എർത്തിൽ ത്രൂ ഔട്ട് എല്ലായിടത്തും ഇത് കോൺസ്റ്റന്റ് ആണോ എന്നതോടെ അറിഞ്ഞിരിക്കണം. നമ്മൾ എർത്തിന്റെ ഒരു ഷേപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഒരു പെർഫെക്റ്റ് സ്പിയർ അല്ല.
എർത്തിന്റെ ഷേപ്പ് ഒരു ഒബ്ലേറ്റ് സ്പിറോയിഡ് ആണ്. അതായത് നമ്മുടെ ആ ഒരു സ്പിയറിക്കൽ ഷേപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ എർത്തിന്റെ സെന്ററിൽ നിന്ന് പോൾസിലേക്കുള്ള റേഡിയസും എർത്തിന്റെ സെന്ററിൽ നിന്ന് ഇക്വേറ്ററിലേക്കുള്ള റേഡിയസും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പോൾസിലേക്കുള്ള ഡിസ്റ്റൻസ് കുറവാണ്. ഇക്വേറ്ററിന്റെ അല്ലെങ്കിൽ അതായത് ഇക്വേറ്ററിന്റെ സൈഡ് വരുമ്പോഴാണ് അവിടെ കുറച്ചുകൂടെ ബൾജ് ചെയ്ത് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു ഷേപ്പിനെയാണ് നമ്മൾ ഒബ്ലേറ്റ് സ്പിറോയിഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എർത്തിന്റെ ഈ ഒരു ഷേപ്പ് കാരണം ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലും അതേപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയിലും ഒരു ചേഞ്ച് ഉണ്ട്. ഇറ്റ് വിൽ ബി ഗ്രേറ്റർ അറ്റ് ദ പോൾസ് ദാൻ അറ്റ് ദ ഇക്വേറ്റർ. ഇത് എന്തുകൊണ്ടാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു F is equal to G into capital M into small m by D square എന്ന് പറഞ്ഞു. ഇവിടെ എഫിന് പകരം ഞാൻ mg എന്നുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. മാസ് ഇൻറ്റു ആക്സിലറേഷന് പകരം മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി mg സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. G ഇൻറ്റു mm by D സ്ക്വയർ ഡിസ്റ്റൻസിന് പകരം ഇവിടെ റേഡിയസ് ഓഫ് ദ എർത്ത് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. R സ്ക്വയർ എന്ന് കിട്ടും. ഇനി നമുക്കൊന്ന് ഇതൊന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ പോൾസിലേക്ക് വരുവാൻ നേരം റേഡിയസിന്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ റേഡിയസിന്റെ വാല്യൂ ഡിനോമിനേറ്ററിൽ കുറവായതുകൊണ്ട് തന്നെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് ഫോഴ്സിന്റെ വാല്യൂ കൂടുതലായിരിക്കും. ഫോഴ്സിന്റെ വാല്യൂ കൂടുമ്പോൾ തന്നെ ജിയുടെ വാല്യൂ, അതായത് നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്മോൾ ജിയുടെ വാല്യൂ കൂടുന്നു. അപ്പൊ അതുകൊണ്ടാണ് പോൾസിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അതേപോലെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ കൂടുതലാണ് എന്ന് പറയുന്നത്. ഈക്വേറ്ററിലേക്ക് വരുമ്പോൾ അവിടെ റേഡിയസിന്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ കൂടുതലാണ്. ഇവിടെ റേഡിയസിന്റെ വാല്യൂ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിൽ വരുന്ന ഡിസ്റ്റൻസിന്റെ വാല്യൂ കൂടുമ്പോൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയ ഫോഴ്സിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെയും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെയും വാല്യൂ കുറയും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതായത് ദ വാല്യൂ ഓഫ് ജി ബിക്കംസ് ഗ്രേറ്റർ അറ്റ് ദ പോൾസ് ദാൻ അറ്റ് ദ ഇക്വേറ്റർ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മാത്രമല്ല ഗ്രാവിറ്റേഷണൽ ഫോഴ്സും പോൾസിലാണ് കൂടുതൽ കമ്പയർഡ് ടു ദ ഇക്വേറ്റർ. അപ്പൊ ഇനി ഈ ജിയുടെ വാല്യൂ അല്ലെങ്കിൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ വാല്യൂ ലാറ്റിറ്റ്യൂഡും ഡെപ്തും ഹൈറ്റും വെച്ച് എങ്ങനെ വേരി ചെയ്യുന്നു എന്നതും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അറിഞ്ഞിരിക്കണം. വേരിയേഷൻ വിത്ത് ലാറ്റിറ്റ്യൂഡ് ഇപ്പൊ ഈ പറഞ്ഞ കൂട്ട് തന്നെ എന്തായിരുന്നു ആദ്യം ലാറ്റിറ്റ്യൂഡ്? നമ്മുടെ ഇക്വേറ്ററിന് പാരലൽ ആയിട്ട് നമ്മൾ എർത്തിനെ ഡിവൈഡ് ചെയ്യുന്ന ഗ്രിഡ് ലൈൻസിനെയാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇക്വേറ്ററിൽ വരുന്ന ലാറ്റിറ്റ്യൂഡിന്റെ ഡിഗ്രി നമ്മൾ 0 ഡിഗ്രിയാണ് കൺസിഡർ ചെയ്യുന്നത്. അത് പോൾസിലേക്ക് പോകും തോറും അത് കൂടി 90 ഡിഗ്രി വരെ എത്തുന്നു. അപ്പൊ ഇക്വേറ്ററിന്റെ അവിടെ നമ്മളിപ്പോ പറഞ്ഞു റേഡിയസിന്റെ വാല്യൂ കൂടുതലായതുകൊണ്ട് തന്നെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സും ജിയുടെ വാല്യൂ കുറവായിരിക്കും. സ്മോൾ ജി ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ഇനി പോൾസിലേക്ക് വരും തോറും ഫോഴ്സും കൂടും, ഗ്രാവിറ്റേഷണൽ ഫോഴ്സും കൂടുന്നു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കൂടുന്നു. ഇറ്റ് ഈസ് ഹയസ്റ്റ് അറ്റ് ദ പോൾസ് ആൻഡ് ലോവസ്റ്റ് അറ്റ് ദ ഇക്വേറ്റർ. അത് ഓർത്തോണം. ഇനി വേരിയേഷൻ വിത്ത് ഹൈറ്റ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ, അതായത് എർത്തിന് മുകളിലേക്ക് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് കൂടുവാണെങ്കിൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എർത്തിന്റെ മുകളിൽ സ്പേസിൽ ഒരു സാറ്റലൈറ്റ് എർത്തിന് ചുറ്റും റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു സാറ്റലൈറ്റിലേക്കുള്ള എർത്തിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രത്തോളം ഉണ്ട് എന്ന് ചോദിക്കുവാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? അപ്പൊ നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇക്വേഷനിൽ ഡിനോമിനേറ്റർ വരുന്ന ഡിസ്റ്റൻസിന്റെ വാല്യൂ അത് എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ഒബ്ജക്ട്സ്. അപ്പൊ എർത്തിന്റെ സെന്റർ തൊട്ട് സാറ്റലൈറ്റിന്റെ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഈ ഹൈറ്റ് കൂടുന്ന അനുസരിച്ച് ഈ ഡിസ്റ്റൻസിന്റെ വാല്യൂ കൂടി വരുന്നു. ഡിസ്റ്റൻസിന്റെ വാല്യൂ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കുറയുകയാണ് ചെയ്യുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രമല്ല ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുന്നു. As height above the Earth's surface increases, distance from the Earth's center increases, weakening the gravitational pull. ഇനി വേരിയേഷൻ വിത്ത് ഡെപ്ത്, അതായത് എർത്തിന്റെ സർഫസിനുള്ളിലേക്ക് നമ്മൾ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുവാണെങ്കിൽ, ഇപ്പൊ നമ്മളൊരു വലിയ കിണറിന്റെ കൂട്ട് നല്ല ആഴത്തിലൊരു എക്സ്കവേഷൻ എടുത്തിട്ട് അതിനുള്ളിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു, അതിലേക്കുള്ള ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രത്തോളം ഉണ്ടായിരിക്കും എന്ന് ചോദിക്കുവാണെങ്കിൽ എങ്ങനെ അത് കണ്ടുപിടിക്കാം? As the body moves deeper into the earth, the effective mass pulling on it from the earth's center decreases, leading to a lower gravitational force. അതായത് ഈ ഒരു നമ്മൾ എർത്തിന്റെ സർഫസ് കൺസിഡർ ചെയ്തു, അകത്തുള്ള ഈ സർക്കിളിലെ ആ ഒരു പോയിന്റിലാണ് നമ്മൾ എക്സ്കവേറ്റ് ചെയ്ത് ബോഡി പ്ലേസ് ചെയ്ത് എന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഇക്വേഷനിൽ ന്യൂമറേറ്ററിൽ വരുന്ന മാസ് ഉണ്ടല്ലോ, പ്രൊഡക്റ്റ് ഓഫ് ദ മാസസ്, അതിൽ ഈ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഏതാ? ഒബ്ജക്റ്റിന്റെ മാസും അതിലേക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ മാസോടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എർത്തിന്റെ എഫക്റ്റീവ് മാസ് അവിടെ കുറയുവാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഏത് പോയിന്റിലാണ് ഒബ്ജക്റ്റ് വെക്കുന്നത് ആ പോയിന്റിന്റെ താഴോട്ടുള്ള അത്രയും എർത്തിന്റെ മാസേ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ.
അപ്പം ആ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന എർത്തിന്റെ മാസ് കുറയുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ ഗ്രാവിറ്റേഷൻ ഫോഴ്സും കുറയുവാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഓർത്തോണം. ഡെപ്ത് എർത്തിനുള്ളിലേക്ക് നമ്മൾ ഒരു ബോഡി പ്ലേസ് ചെയ്യുമ്പോൾ, അതായത് ഡെപ്ത് കൂടുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കുറയുവാണ് ചെയ്യുന്നത്. ഇനി എർത്തിന്റെ സെന്ററിലാണെങ്കിലോ, എർത്തിന്റെ സെന്റർ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ ഡിസ്റ്റൻസ് എന്നുള്ള വാല്യൂ 0 ആയി പോകും. ഒബ്ജക്റ്റ് നമ്മൾ എർത്തിന്റെ സെന്ററിൽ പ്ലേസ് ചെയ്യുവാണെങ്കിൽ ഡിസ്റ്റൻസിന്റെ വാല്യൂ അവിടെ 0 ആണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി ഗ്രാവിറ്റേഷൻ ഫോഴ്സും 0 ആയി മാറുന്നു. The value of G becomes 0 at the Earth's center because gravitational pull from all the directions is balanced out. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഡിസ്കസ് ചെയ്തു, ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചു, നമ്മുടെ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റിന്റെ വാല്യൂ പറഞ്ഞു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ കുറിച്ച് അതിന്റെ വാല്യൂ ഡിസ്കസ് ചെയ്തു, പിന്നെ അതെങ്ങനെയൊക്കെ വേരി ചെയ്യുന്നു എന്നത്. ഇപ്പൊ നമ്മൾ പോൾസിനെയും ഈക്വേറ്ററിനെയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ പോൾസിലാണ് കൂടുതൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സും അതേപോലെ തന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും പോൾസിലാണ് കൂടുതൽ വരുന്നത്. ഇനി ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ഈ പുള്ള് ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ വാല്യൂവും കുറയുന്നു, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും കുറയുന്നു. ഇനി ഡെപ്ത് കൂടുന്നതനുസരിച്ചും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കുറയുവാണ് ചെയ്യുന്നത്, ഗ്രാവിറ്റേഷൻ ഫോഴ്സും കുറയുന്നു. സെൻട്രലിലാണെങ്കിൽ ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 0 ആയി മാറുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ജിയുടെ വേരിയേഷൻ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വേരിയേഷൻ എർത്തിന്റെ പൊസിഷനിൽ വെച്ച് നോക്കുമ്പോൾ വേരിയേഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഒരു പോയിന്റോടെ ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഇനേർഷ്യ, മാസ്, വെയിറ്റ് എന്നുള്ളത്. ഇനേർഷ്യ എന്താണെന്നുള്ളതൊക്കെ പ്രീവിയസ് വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇനേർഷ്യ ഇസ് എ നാച്ചുറൽ ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജെക്ട് ടു റെസിസ്റ്റ് ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് മോഷൻ ഓർ റെസ്റ്റ്. ഒന്നുകിൽ മോഷനിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ റെസ്റ്റിൽ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് അതിന്റെ ആ നാച്ചുറൽ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യാനുള്ള, അതിന്റെ ഒരു ചേഞ്ച് ചെയ്യാതിരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് വിളിക്കുന്നത്. ഇനേർഷ്യയുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ മാസ് ഓഫ് ദ ബോഡി. അതായത് വലിയൊരു പാറയ്ക്ക് അല്ലെങ്കിൽ വലിയൊരു മലയ്ക്കായിരിക്കും ഒരു ചെറിയ ഇലയെക്കാട്ടിലും കൂടുതൽ ഇനേർഷ്യ ഉണ്ടാവുന്നത്. മാസ് കൂടുന്നതനുസരിച്ച് ഇനേർഷ്യയും കൂടുന്നു. അപ്പൊ മാസ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. അത് നമ്മൾ എവിടെ കൊണ്ടുവച്ചാലും, ഇപ്പം ഭൂമിയിൽ അല്ലെങ്കിൽ വേറെ പ്ലാനറ്റിൽ, വേറൊരു ഗാലക്സിയിൽ എവിടെ കൊണ്ടുവച്ചാലും ഈ മാസിന് ചേഞ്ച് വരുന്നില്ല. എന്നാൽ മാസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് വെയിറ്റ്. മാസിന്റെ കൂടെ നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ടേം ആണ് വെയിറ്റ്. വെയിറ്റ് ഓഫ് എൻ ഒബ്ജെക്ട് ഇസ് ദ ഫോഴ്സ് വിത്ത് വിച്ച് ഇറ്റ് ഇസ് അട്രാക്റ്റഡ് ടുവേർഡ്സ് ദ എർത്ത്. F is equal to ma. വെയിറ്റ് ഒരു ഫോഴ്സ് ആണ്. ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് നമുക്കറിയാം. അപ്പോൾ അവിടെ ആക്സിലറേഷൻ വരാം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് F is equal to mg വെയിറ്റ് എന്നുള്ള വാല്യൂ കിട്ടും. വെയിറ്റിന്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറയുന്നത് ഫോഴ്സിന്റെ SI യൂണിറ്റിന് സിമിലർ ആണ്. ന്യൂട്ടൺ തന്നെയാണ് SI യൂണിറ്റ്. ഈ വെയിറ്റ് ഇനി കോൺസ്റ്റന്റ് ആണോ എല്ലായിടത്തും? അല്ല. കാരണം വെയിറ്റ് നമ്മൾ ഇപ്പൊ പറഞ്ഞ കൂട്ട് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് വേരി ചെയ്യുന്നതനുസരിച്ച് വെയിറ്റിന്റെ മാഗ്നിറ്റ്യൂഡും വേരി ചെയ്തുകൊണ്ടിരിക്കും. എർത്തിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് ആയിരിക്കത്തില്ല മൂണിൽ അല്ലെങ്കിൽ മറ്റൊരു പ്ലാനറ്റിൽ കൊണ്ടുവെക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ്. മാസ് പക്ഷെ എല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. അപ്പൊ ആ ഒരു പോയിന്റ് നിങ്ങൾ ഓർത്തോണം. മാസ് എവിടെ കൊണ്ടുവച്ചാലും കോൺസ്റ്റന്റ് തന്നെ ആയിരിക്കും, പക്ഷെ വെയിറ്റ് വേരി ചെയ്യും ഡിപ്പെൻഡിങ് ഓൺ ദ ആക്സിലറേഷൻ ഡിപ്പെൻഡിങ് ഓൺ ദ വാല്യൂ ഓഫ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഗ്രാവിറ്റേഷൻ എന്ന ടോപ്പിക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പൊ മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.